പ്രാർത്ഥിച്ചിട്ട് Happy birthday to you. Happy birthday to you. Happy birthday dear Angela. Happy birthday to you. May the God bless you. May the good God bless you. Happy birthday dear Angela. Happy birthday to you. അബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിറന്നാൾ സമ്മാനം അല്ല അബിയെ ഇലക്ട്രിക്കൽ ഗിത്താർ. ആദ്യത്തെ ഗിത്താറിൻ്റെ സൗണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രോബ്ലം. എല്ലാം വായിക്കാനുണ്ട് ഇപ്പൊ പറഞ്ഞു. എന്താ പറയും കുത്തിന്നിട്ട് ഗിത്താർ പഠിക്കാച്ചമ്മേന്ന് ഇനി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഗിത്താറൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ മോഹൻ സാറ് അല്ലല്ല വേറെ ഒരു മറാഠിയാ. ഞാൻ യൂട്യൂബിലൊക്കെ രണ്ട് കൊത്തത് പട്ടി നടന്ന് ആദ്യം ഇനി റിപ്പയർ ചെയ്തെടുക്കണം. ഇല്ല നമ്മളൊക്കെ ആദ്യം ചെയ്ത പണി ഇപ്പഴും ചെയ്യാന്ന് വെച്ചാ ഒരു ആരോഗ്യത്തോടെ ഇരുന്നാലേ അല്ലേ. ഇവിടെ വന്നോട്ട് തന്നെ ഞങ്ങൾ ദൂരം കുത്തി കളിച്ചിട്ടുണ്ടെന്നറിയോ. സജ്ജായാലോ അവിടെ അമ്മച്ചിയാ, അവിടെ അമ്മച്ചി സജിയും കൂടി അയ്യോ കാരറ്റ് കൃഷി തക്കാളി കൃഷി. അയ്യോ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ മൊത്തം കട ഇവിടെ പിന്നെയും കുറച്ച് അപ്പുറത്ത് വലിയ ചേമ്പില്ലേ അതും അടുത്ത മഴയിൽ ഇത് മുളച്ചു വരുന്നത്. അത് 2 മഴ പെയ്താൽ മതി, അപ്പോഴേക്കും പുല്ലിട്ട് പോകുന്നു. ഈ പള്ളിയില് ഞങ്ങൾ കംപ്ലീറ്റ് ഇത് ചെയ്തല്ലോ, വാഴ കംപ്ലീറ്റ് കുറച്ച് കിട്ടും ഇവിടുത്തെ പള്ളിയിലാണ്. എല്ലാം JCB എല്ലാം ക്ലിയർ ചെയ്തൊക്കെ ഇത് ചെയ്തു. ഇപ്പൊ എന്താണ് ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് മറ്റേ ഇതിട്ടു ട്യൂബ് ഇറിഗേഷൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ഫൗണ്ടൻ വെച്ചു. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോ എല്ലാം നനഞ്ഞിടക്കല്ലേ മൊത്തം. അപ്പൊ ഇപ്പൊ പുല്ല് പെട്ടെന്ന് അവിടെ മാവൊക്കെ ആയിരുന്നു, മാങ്ങൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ പ്ലാവുണ്ടാ ഒക്കെ ഇപ്പൊ വെച്ചതല്ലേ. ആ അല്ല ആദ്യമായിട്ട് കാച്ചതാ. അപ്പൊ അതെന്നോട് തോളം പറഞ്ഞിട്ട് ഇട്ടേക്കണ ഞാനതിപ്പോ വേണ്ട ഇട്ടു. അപ്പൊ അവിടെ ഒരാൾ വാഴ വെച്ചു, 100 ചില വായിച്ചു നമ്മുടെ അപ്പുറത്തുള്ള ചില വാഴ വെച്ചു. അപ്പൊ വാഴ ഇട്ടത്ത് വരുന്നില്ല. മരുന്ന് പറഞ്ഞു പിന്നെ വരുന്നതിന്റെ കടയ്ക്ക് വെച്ച് കഴിഞ്ഞാല് നന്നായിട്ട് പെട്ടെന്ന് വാഴ കൃഷി ഉദ്യോഗസ്ഥനെ പറഞ്ഞു കൊടുത്തത്. ഇവൻ എന്ത് ചെയ്തു പോയിപ്പോ ആ മരുന്ന് മേടിച്ചു. വീടിനും പുറത്തറച്ച് പുല്ലുണ്ട്, അത് ഉണക്കാളം മരുന്ന് മേടിച്ചു. രാവിലെ ഒഴിച്ചപ്പോ വാഴയ്ക്ക് ഒഴിച്ചത് പുല്ലുണക്കാളം മരുന്ന് വാഴ പോയില്ലേ. നല്ല ഉയർന്ന ആളെന്നിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു.
പിന്നെ വിഷമാവില്ലേ? ഭയങ്കര വിഷമമാണ്. ഇവനാണെങ്കിൽ ഇത് കഴിക്കാണ്ടിരുന്ന നോർമലായിട്ട് നിൽക്കും. കുടിച്ച് തുടങ്ങിയ പിന്നെ എത്ര കുടിക്കുന്നത് കിട്ടില്ല. അതുകൊണ്ട് അവസാനം ഞാൻ ചെന്നപ്പോ പറഞ്ഞിട്ടാ എന്നായി ഈ വാരം കുടിച്ചു, അടുത്ത വാരം കൊണ്ട് അവിടുന്ന് കുടിപ്പിച്ചു, മൂന്നാമത്തെ വാരം കൊണ്ട് അവിടെ കുടിപ്പിച്ചു. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നാലാമത്തേത് കുടിച്ചതിന് ശേഷം ഓർമ്മയില്ല. ഇപ്പൊ എറണാകുളത്ത് എവിടെയുണ്ട് മറ്റേ ഈ ലഹരി മുക്ത കൊണ്ടുവാക്കിയിട്ടുണ്ടായിരുന്നു. 1.5 മാസം 2 മാസം കൊണ്ട് അവിടെ കൊണ്ട് പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ആ വാഴ വെട്ടിക്കളായി. അതിപ്പോ രണ്ടാമത് വാഴ വെച്ചിട്ടുണ്ട്. ഈ മരുന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് അറിയാം. അതിന്റെ അത് നിൽക്കും, കുറെ നാളത്തേക്ക് നിൽക്കും. അടുത്ത വനത്തിൽ നല്ലതായിട്ട് വരില്ല. അതൊരു പിന്നെ പക്ഷെ വേറെ ഈ വാഴ വെച്ച് കഴിഞ്ഞാല് എങ്ങനെയായാലും മേലോട്ട് പൊന്തി പൊന്തി വരുന്നു. മേലോട്ട് പൊന്തി വരിക. ഇത് കൃഷി വെക്കുന്ന എങ്ങനെയാ സുധീര, അത് കഴിയുമ്പോ വെട്ടിക്കളഞ്ഞ അടുത്ത് കണ്ണാ വെക്കുന്നത്. കുറച്ച് വെക്കില്ലേ. ഞങ്ങളുടെ വീട്ടിലത് ഒരു 100 പണ്ട് ഞാൻ കുട്ടി ചെയ്യുന്നപ്പോഴാണ് 10-100 നേന്ത്രവാഴ വെച്ചു. അപ്പൊ 1-2 വാഴ തൂമ്പടഞ്ഞപ്പോ അമ്മയുടെ അനിയത്തിയുടെ ആരോട് തോന്നുന്നു ആ വാഴ തൂമ്പടഞ്ഞിട്ടില്ലേ, അത് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു. അപ്പൊ അയാൾ വെച്ചത് കഴിച്ചു പോകും. അത് കംപ്ലീറ്റ് പോവില്ലേ. ചുറ്റുകൊണ്ട് എല്ലാ വാഴയ്ക്കും മണ്ണെണ്ണ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. വാഴ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു പണിക്കാരനൊരു അതുകൊണ്ട് എല്ലാം കാട്ട വെച്ചു എല്ലാ വാഴയും പിന്നെ നനച്ചോളാം. മണ്ണെണ്ണ കയറുന്നുണ്ട്, പക്ഷെ കെമിക്കൽ വെച്ച് അങ്ങനെ വരില്ല. വാഴ ഈ അതുകൊണ്ട് ചെള്ളു ആ മറ്റേ തെങ്ങിന് ചെള്ളു ആ ചെള്ളു വാഴയുടെ ഉള്ളിലുള്ള അതന്നെ. വീട്ടില് ഞാൻ നാട്ടിൽ നിന്ന് ഇത് വന്നു ഏത്തവാഴയുടെ കണ്ണുകൊണ്ട് വന്നിട്ട് ഞാൻ വീട്ടിൽ വെച്ചു. വീട്ടിൽ വെച്ചിട്ട് 2 വന്നു. ഒരെണ്ണം ഇതായി പോയി, വേറെ ഒരെണ്ണം കൊലച്ചു. വേറെ ഒരെണ്ണം കൊലച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം നോക്കി താഴെ വീണ് നോക്കിയപ്പോ ഉള്ളിൽ ചെല്ലി.